ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിമോട്ട് പ്രൊസീജിയർ കോളാണ്. RPC ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിങ്ങിനകത്തുള്ള ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ ടോപ്പിക്കിനകത്താണ് RPC വരുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. RPC ആ ഒരു പേര് പറയുന്ന കണക്ക് തന്നെ റിമോട്ട് പ്രൊസീജിയേഴ്സിനെ ഇൻവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മെക്കാനിസമാണ് RPC. അതായത് ക്ലയൻറ്റ് പ്രോഗ്രാംസിന് സെർവർ പ്രോഗ്രാംസിലുള്ള പ്രൊസീജിയേഴ്സിനെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെക്കാനിസമാണ് RPC. ഇറ്റ് ഈസ് സിമിലർ ടു RMI കണക്ക് തന്നെ. പക്ഷേ അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ RMI എന്ന് പറയുമ്പോൾ, അതായത് റിമോട്ട് മെത്തേഡ് ഇൻവോക്കേഷൻ എന്ന് പറയുമ്പം, ഒരു പ്രോസസ്സിനകത്തുള്ള ഒബ്ജക്റ്റ് വേറൊരു പ്രോസസ്സിനകത്തുള്ള ഒബ്ജക്റ്റിൻ്റെ മെത്തേഡിനെ ആണ് ഇൻവോക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ക്ലയൻറ്റ് പ്രോഗ്രാംസും സെർവർ പ്രോഗ്രാംസും ഉണ്ടാവും. സോ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെക്കാനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ RPC ആണ്. ഇനി RPC എന്ന് പറയുന്നത് ഒരു റിക്വസ്റ്റ് റെസ്പോൺസ് പ്രോട്ടോക്കോളാണ്. റിക്വസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുക, അതാണ് റിക്വസ്റ്റ് റെസ്പോണ്ട് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ഇനി RPCക്കകത്ത് RPC ഇനിഷ്യേറ്റ് ചെയ്യുന്നത് ക്ലയൻറ്റാണ്. അപ്പോൾ ക്ലയൻറ്റ് ഒരു റിക്വസ്റ്റ് മെസ്സേജ് റിമോട്ട് സെർവറിന് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പം അതിനകത്ത് പറയുന്നുണ്ട് ഏത് പ്രൊസീജിയർ, സ്പെസിഫിക് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സും വിത്ത് സ്പെസിഫിക് പാരാമീറ്റേഴ്സും ഉണ്ടാവും അതിൻ്റെ കൂട്ടത്തിൽ. അപ്പം ആ ഒരു റിക്വസ്റ്റ് കാണുമ്പം ആ റിക്വസ്റ്റ് അനുസരിച്ച് സെർവർ ആ പ്രോസസ്സ് അല്ലെന്നുണ്ടെങ്കിൽ പ്രൊസീജിയർ എക്സിക്യൂട്ട് ചെയ്തതിൻ്റെ റെസ്പോൺസ് തിരിച്ച് നമ്മളുടെ ക്ലയൻറ്റിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും സമയം, അതായത് സെർവർ ആ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്ലയൻറ്റ് ബ്ലോക്ക്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലായിരിക്കും. സോ ഇതാണ് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ കാണിക്കുന്നത്. ക്ലയൻറ്റ് മെഷീനും ഉണ്ടാവും, സെർവർ മെഷീനും ഉണ്ടാവും. ക്ലയൻറ്റ് കോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്ലയൻറ്റിൻ്റെ കോള് നേരെ ക്ലയൻറ്റ് സ്റ്റബിലോട്ട് പോകുന്നു. സ്റ്റബിൽ നമ്മുടെ പാക്കറ്റ് ഉണ്ടാവും. ആ പാക്കറ്റിനെ RPCയുടെ മെക്കാനിസം യൂസ് ചെയ്തിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു ടു ദ സെർവർ. അപ്പോൾ സെർവർ സൈഡിൽ ഇതേ കണക്ക് തന്നെ റിസീവ് ചെയ്ത ആ മെസ്സേജിനെ അൺപാക്ക് ചെയ്യുന്നു സെർവറിൻ്റെ സ്റ്റബ്. ദെൻ അതിന് ശേഷം നേരെ സെർവറിന് കൊടുക്കുന്നു. ദെൻ സെർവർ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം റിസൾട്ട് റിട്ടേൺ ചെയ്ത് നമ്മുടെ ക്ലയൻറ്റിൻ്റെ സൈഡിൽ എത്തിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് RPC ആണ്. അപ്പോൾ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് RPC ആയി ഡയഗ്രാം വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം ആദ്യം. സോ ക്ലയൻറ്റ് പ്രോസസ്സും ഉണ്ടാവും, സെർവർ പ്രോസസ്സും ഉണ്ടാവും. ക്ലയൻറ്റ് പ്രോസസ്സിനകത്ത് എന്തൊക്കെയാണുള്ളത്? ക്ലയൻറ്റ് പ്രോഗ്രാം, ക്ലയൻറ്റ് സ്റ്റബ്, പ്രൊസീജിയർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ മൊഡ്യൂൾ. ഓക്കെ, അപ്പം ഒരു യൂസർ പുറത്തുനിന്ന് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ റിക്വസ്റ്റ് ക്ലയൻറ്റ് പ്രോഗ്രാമിന് കിട്ടുന്നു. ക്ലയൻറ്റ് പ്രോഗ്രാം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നേരെ ക്ലയൻറ്റ് സ്റ്റബ് പ്രൊസീജിയറിന് കൊടുക്കുന്നു. അപ്പം ക്ലയൻറ്റ് സ്റ്റബ് പ്രൊസീജിയറിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിക്വസ്റ്റിനെ ഒരു സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് റെപ്രസെൻ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു എക്സ്റ്റേണൽ സ്റ്റാൻഡേർഡ് റെപ്രസെൻറ്റേഷനിലോട്ട് മാറ്റുന്നു. അതിനെയാണ് മാർഷലിംഗ് എന്ന് പറയുന്നത്. മാർഷലിംഗ് ചെയ്യുന്നു. ഓക്കെ, ക്ലയൻറ്റ് സ്റ്റബ് പ്രൊസീജിയർ. അതിനുശേഷം ആ റിക്വസ്റ്റ്, ആ മാർഷൽ ചെയ്ത ആ റിക്വസ്റ്റ് കമ്മ്യൂണിക്കേഷൻ മൊഡ്യൂളിലോട്ട് കൊടുക്കുന്നു. ദെൻ ദാറ്റ് റിക്വസ്റ്റ് ഈസ് ഗിവൺ ടു ദ സെർവർ, അല്ലെങ്കിൽ ദാറ്റ് റിക്വസ്റ്റ് ഈസ് സെൻഡ് ടു ദ സെർവർ. ഓക്കെ, ഇനി സെർവർ സൈഡിൽ എന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ കണക്ക് കമ്മ്യൂണിക്കേഷൻ ചാനൽ ഉണ്ടാവും. അപ്പം നമ്മുടെ റിക്വസ്റ്റ് റിസീവ് ചെയ്യുന്നു അറ്റ് ദ കമ്മ്യൂണിക്കേഷൻ മൊഡ്യൂൾ. ദെൻ നെക്സ്റ്റ് കിടക്കുന്ന ഒരു ഡിസ്പാച്ചർ എന്ന് പറയുന്ന ഒരു പോർഷനുണ്ട്. ഡിസ്പാച്ചർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ സെലക്ട്, അതായത് ഒരുപാട് സെർവർ പ്രോസസ്സിനകത്ത് ഒരുപാട് സെർവർ സ്റ്റബുകൾ ഉണ്ടാവും. അപ്പം അതിനകത്തുനിന്ന് കറക്റ്റായിട്ടുള്ള സെർവർ സ്റ്റബ് പ്രൊസീജിയർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജിനകത്ത് പറഞ്ഞേക്കുന്ന അനുസരിച്ചുള്ള സെർവർ സ്റ്റെപ്പ് പ്രൊസീജിയർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ സെലക്ട് ചെയ്യുകയാണ് ഡിസ്പാച്ചർ ചെയ്യുന്നത്.
ഓക്കെ, മെസ്സേജിനകത്ത് ഏതിൻ്റെ ഐഡൻറ്റിറ്റി, ഏതിൻ്റെ ഐ ഡി ആണ് കൊടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഐ ഡി അനുസരിച്ചുള്ള പ്രൊസീജിയർ, സെർവർ സ്റ്റെപ്പ് പ്രൊസീജിയർ സെലക്ട് ചെയ്ത് ആ റിക്വസ്റ്റ് ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെർവർ സ്റ്റെപ്പ് പ്രൊസീജിയറിനെ സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ഡിസ്പാച്ചർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഡിസ്പാച്ചർ കറക്റ്റായിട്ടുള്ള സെർവർ സ്റ്റെപ്പിനെ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം റിക്വസ്റ്റ് അങ്ങോട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ ആ സെർവർ സ്റ്റെപ്പ് പ്രൊസീജിയറാണ് അതിനെ, ആ മെസ്സേജിനെ അൺമാർഷൽ ചെയ്യുന്നു. ഓക്കെ, അൺമാർഷലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചുള്ള റെപ്രസെൻറ്റേഷനിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. മാർഷൽ ചെയ്ത് നമ്മളൊരു സ്റ്റാൻഡേർഡ് ഫോമിലാക്കിയതിനെ അൺമാർഷൽ ചെയ്യുന്നു. അതായത് ആ റിക്വസ്റ്റിൽ നിന്ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സോ പാരാമീറ്റേഴ്സോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ സെപ്പറേറ്റ് ചെയ്ത് അതിനെ അൺമാർഷൽ ചെയ്തെടുക്കുന്നു. ദെൻ ഇറ്റ് ഈസ് സെൻഡ് ടു ദ സർവീസ് പ്രൊസീജിയേഴ്സ്. ഓക്കെ, അവിടുന്ന് പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ പറഞ്ഞ കാര്യം റിവേഴ്സായിട്ട് നടക്കുന്നു. അതായത് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് സർവീസ് പ്രൊസീജിയർ അതിൻ്റെ ആ പ്രൊസീജിയർ എക്സിക്യൂട്ട് ചെയ്തതിൻ്റെ റിസൾട്ടിനെ സെർവർ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സിന് കൊടുക്കുന്നു. ആൻഡ് സെർവർ സ്റ്റെപ്പ് പ്രൊസീജിയർ എന്താ ചെയ്യുന്നത്, അതിനെ മാർഷൽ ചെയ്തൊരു സ്റ്റാൻഡേർഡ് ഫോമിലാക്കിയിട്ട് കമ്മ്യൂണിക്കേഷൻ മൊഡ്യൂളിലോട്ട് കൊടുക്കുന്നു. ദെൻ ദാറ്റ് റിപ്ലൈ ഈസ് റിട്ടേൺ ടു ദ ക്ലയൻറ്റ് പ്രോസസ്സ്. അപ്പോൾ ഇതാണ് ആക്ച്വലി RPCയിൽ നടക്കുന്ന മെക്കാനിസം. സോ അത് തന്നെയാണ് ഇംപ്ലിമെൻറ്റേഷനകത്ത് പറയുന്നത്. സോ ഈ കൊടുത്തേക്കുന്ന അതാണ്, ദ ക്ലയൻറ്റ് ദാറ്റ് ആക്സസ് എ സർവീസ് ഇൻക്ലൂഡ്സ് വൺ സ്റ്റെപ്പ് പ്രൊസീജിയർ ഫോർ ഈച്ച് പ്രൊസീജിയർ ഇൻ ദ സർവീസ് ഇൻ്റർഫേസ്. ഓക്കെ, ഇനി എന്താണ് സ്റ്റെപ്പ് എന്താ ചെയ്യുന്നത്? ദ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് ലൈക്ക് എ ലോക്കൽ പ്രൊസീജിയർ ടു ദ ക്ലയൻറ്റ്. ഇറ്റ് മാർഷൽസ് ദ procedure, identifier and the arguments. When the reply message arrives, it unmarshals the result. Okay, the server process contains a dispatcher with one step procedure and one service procedure. Dispatcher selects one of the server step procedure according to the identifier. The step then unmarshals the arguments and calls the service procedure and marshals the return value. Okay, അപ്പോൾ ഇതാണ് ആ നടക്കുന്ന പ്രോസസ്സ്. സോ എന്തൊക്കെ രീതിയിലുള്ള സീക്വൻസ് കോളുകളാണ്, എന്തൊക്കെ രീതിയിലുള്ള ഇവൻറ്റ്സ് ആണ് നടക്കുന്നതെന്നുള്ളതാണ് പറയുന്നത്. ദ ക്ലയൻറ്റ് കോൾസ് ദ ക്ലയൻറ്റ് സ്റ്റെപ്പ്. ദ ക്ലയൻറ്റ് ഇസ് ലോക്കൽ ടു the call is a local procedure call. ആർഗ്യുമെൻറ്റ്സ് സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ ഈ സെക്കൻഡ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലയൻറ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യുന്നത്, ആർഗ്യുമെൻറ്റ്സ് പാരാമീറ്റേഴ്സിനെയൊക്കെ മെസ്സേജിനെയൊക്കെ പാക്ക് ചെയ്ത് മാർഷൽ ചെയ്ത് കമ്മ്യൂണിക്കേഷൻ മൊഡ്യൂളിലോട്ട് കൊടുക്കുന്നു. ഓക്കെ, ദെൻ ദിസ് കമ്മ്യൂണിക്കേഷൻ മൊഡ്യൂൾ എന്ത് ചെയ്യുന്നത്, സെർവറിന് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ സെർവർ സൈഡിലുള്ള കമ്മ്യൂണിക്കേഷൻ മൊഡ്യൂൾ ഇതിനെ എന്ത് ചെയ്യുന്നു, ഈ പാക്കറ്റിനെ നേരെ ഡിസ്പാച്ചറിന് കൊടുക്കുന്നു. ഡിസ്പാച്ചർ ഏതാണ് കറക്റ്റായിട്ടുള്ള സെർവർ സ്റ്റെപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അതിനുശേഷം ആ റിക്വസ്റ്റിനെ എന്താണ് സെർവർ സ്റ്റെപ്പ് ഏത് പ്രൊസീജിയറിലാണ് സെർവർ സ്റ്റെപ്പ് പ്രൊസീജിയർ എന്ന് വെച്ചാൽ അതിന് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ഡിസ്പാച്ചർ ചെയ്യുന്നത്. സെർവർ സ്റ്റെപ്പ് എന്താ ചെയ്യുന്നത്, അൺപാക്ക് ചെയ്യും അല്ലെങ്കിൽ അൺമാർഷൽ ചെയ്തതിന് ശേഷം ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെസ്സേജിനെ ഏതാണ് സെർവറിൻ്റെ പ്രൊസീജിയറിലോട്ട് കൊടുക്കുന്നു. പ്രൊസീജിയർ പ്രോസസ്സ് ചെയ്തതിന് ശേഷം ഈ ഓപ്പറേഷൻ റിവേഴ്സായിട്ട് നടക്കുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് RPCയുടെ ഡിസൈൻ ഇഷ്യൂസാണ്. മെയിൻലി 3 ടൈപ്പ് ഓഫ് ഡിസൈൻ ഇഷ്യൂസാണ് അഡ്രസ്സ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് വൺ, പ്രോഗ്രാമിംഗ് വിത്ത് ഇൻ്റർഫേസസ്. The style of programming promoted by RPC, that is programming with the interfaces. Then call semantics. Then last one transparency കുറിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാമിംഗ് വിത്ത് ഇൻ്റർഫേസസ് ആണ്. ഓക്കെ, ഇപ്പം മോഡേൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത്, അതായത്
സെറ്റ് ഓഫ് മൊഡ്യൂൾസ് ആയിട്ടാണ് ഓരോ പ്രോഗ്രാമിനെയും ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ട് മോഡ്യൂൾ വൈസ് ആയിട്ടായിരിക്കും പ്രോഗ്രാമിനെ ഫുള്ളായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അതായത് ഈ മോഡ്യൂൾസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒന്നെങ്കിൽ പ്രൊസീജിയർ കോൾസ് വഴിയോ അല്ലെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആക്സസ്, അതായത് വേരിയബിൾസിനെ ഡയറക്റ്റായിട്ട് ആക്സസ് ചെയ്തോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഇൻട്രാക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ഇൻ്റർഫേസ് ചിലപ്പം മോഡ്യൂൾസ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ആ എക്സ്പ്ലിസിറ്റ് ഇൻ്റർഫേസിനകത്ത് എന്താണ് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ബാക്കി എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന വേരിയബിൾസും പ്രൊസീജിയേഴ്സും മാത്രമേ സ്പെസിഫൈ ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇനി ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിനകത്ത് ഇൻ്റർഫേസസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. പിന്നെ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം മോഡ്യൂൾസ് എന്താണ് ഓരോ പ്രോസസ്സുകളായിട്ടാണ് റൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ക്ലയൻറ്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ ആകുമ്പോഴേക്കും എന്താണ് ഓരോ ക്ലയൻറ്റിനും സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സെർവറിനും സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ഉണ്ടാവും, ക്ലയൻറ്റിന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയേഴ്സ്. ഓക്കെ, അപ്പോൾ ഒരു അഡീഷണൽ ആയിട്ടുള്ളൊരു മൊഡ്യൂൾ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഇൻ്റർഫേസസോ പ്രൊവൈഡ് ചെയ്തിട്ടായിരിക്കും ഈ RPC ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇൻ്റർഫേസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു ലാംഗ്വേജ് ഉണ്ട്, ഇൻ്റർഫേസ് ഡെഫിനിഷൻ ലാംഗ്വേജ്. അതെന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ പ്രൊസീജിയേഴ്സ് ചെയ്തിരിക്കുന്നത് പല ലാംഗ്വേജസിലായിരിക്കും. അപ്പോൾ ഈ പല ലാംഗ്വേജസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡെഫിനിഷൻ ലാംഗ്വേജാണ് ഇൻ്റർഫേസ് ഡെഫിനിഷൻ ലാംഗ്വേജ്. അപ്പോൾ പ്രൊസീജിയേഴ്സ് പല ലാംഗ്വേജ് ചെയ്തേക്കുന്നത് തമ്മിൽ അവർ കോർഡിനേറ്റ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യിപ്പിച്ചോളും ഐഡിയൽ. ഓക്കെ, ഇനി സെക്കൻഡ് ഇഷ്യൂ എന്ന് പറയുന്നതാണ് RPCയുടെ കോൾ സെമാറ്റിക്സ്. അപ്പം ഇത് എന്താ ഡീൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര തവണ നമ്മൾ RPC കോൾ ചെയ്യുന്നു, എത്ര തവണയാണ് ഇത് ഇൻവോക്ക് ചെയ്യുന്നതെന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പം മെയിൻലി RPC അഡ്രസ്സ് ചെയ്യുന്ന ഫോൾട്ട് ടോളറൻസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീട്രൈ റിക്വസ്റ്റ് മെസ്സേജസ്, ഡ്യൂപ്ലിക്കേറ്റ് ഫിൽറ്ററിങ്, റീട്രാൻസ്മിഷൻ ഓഫ് റിസൾട്ട്. ഇതിനകത്ത് റീട്രൈ റിക്വസ്റ്റ് മെസ്സേജ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലയൻറ്റ് ഒരു റിക്വസ്റ്റ് അയച്ചു, പക്ഷേ അതിനനുസരിച്ചുള്ള റിപ്ലൈ കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ റീട്രൈ റിക്വസ്റ്റ് മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും മെസ്സേജ് സെൻഡ് ചെയ്യുന്ന രീതി, റിക്വസ്റ്റ് മെസ്സേജ് സെൻഡ് ചെയ്യുന്ന രീതി. എപ്പോഴാണ് ഒരു റിപ്ലൈ വരിക അല്ലെങ്കിൽ സെർവർ ഫെയിലായി എന്നുള്ളൊരു അസംഷൻ വരുന്നത് വരെ റിക്വസ്റ്റ് വീണ്ടും വീണ്ടും ക്ലയൻറ്റ് സെൻഡ് ചെയ്യുന്ന രീതി, അതാണ് റീട്രൈ റിക്വസ്റ്റ് മെസ്സേജ്. ഇനി സെക്കൻഡ് ഫോൾട്ട് ടോളറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ഫിൽറ്ററിങ് ആണ്. ഓക്കെ, അപ്പം ക്ലയൻറ്റ് സെർവറിന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക, റിക്വസ്റ്റ് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. അപ്പം എന്തോ ഒരു റീസൺ കൊണ്ടിട്ട് കമ്മ്യൂണിക്കേഷൻ ചാനലിനുള്ള ഡിലേ എന്തോ കൊണ്ടിട്ട് റിപ്ലൈ തിരിച്ച് ക്ലയൻറ്റിന് കിട്ടുന്നില്ല. അപ്പം വീണ്ടും ക്ലയൻറ്റ് റിക്വസ്റ്റ് ചെയ്യുന്നു. സോ അപ്പോൾ ഒരു സെയിം റിക്വസ്റ്റിൻ്റെ തന്നെ ഒരു 2 കോപ്പി അല്ലെന്നുണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പീസ് വരുന്നു സെർവർ സൈഡിൽ, സെയിം റിക്വസ്റ്റിൻ്റെ തന്നെ. അപ്പം അതിനെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോൾട്ട് ടോളറൻസ് മെക്കാനിസം, അതാണ് ഡ്യൂപ്ലിക്കേറ്റ് ഫിൽട്ടറിങ്. ദെൻ മൂന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ റീട്രാൻസ്മിഷൻ ഓഫ് റിസൾട്ട്. റീട്രാൻസ്മിഷൻ ഓഫ് റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെർവർ സൈഡിൽ നിന്ന് റിസൾട്ട് റീട്രാൻസ്മിറ്റ് ചെയ്യുന്നു. എപ്പോഴാണ്, അതായത് സെർവർ സൈഡിൽ ഇന്ന് ട്രാൻസ്മിറ്റ് ചെയ്ത റിസൾട്ടിനെ സ്റ്റോർ ചെയ്ത് വെക്കും. എപ്പോൾ വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ക്ലയൻറ്റ് സൈഡിൽ ആ റിസൾട്ട് കിട്ടി എന്നുള്ളൊരു എൻഷുർ ആവുന്നത് വരെ ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിസൾട്ടിനെ അല്ലെങ്കിൽ ഹിസ്റ്ററി ഓഫ് റിസൾട്ടിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന രീതി, അത് സെർവർ സൈഡിൽ ആ ഹിസ്റ്ററി ഓഫ് റിസൾട്ടിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന രീതി. അപ്പം എന്തെങ്കിലും ആവശ്യത്തിന് റീട്രാൻസ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ എക്സിക്യൂട്ട് ചെയ്ത റിസൾട്ട് റീട്രാൻസ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഹിസ്റ്ററിയിൽ നിന്ന് തന്നെ അതിനെ റീട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സേവ് ചെയ്ത് വെക്കുന്ന രീതി, അതാണ് റീട്രാൻസ്മിഷൻ ഓഫ് റിസൾട്ട്. ഇനി ഈ RPC മെക്കാനിസം ഇൻവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ടൈപ്സ് ഓഫ് കോൾ സെമാറ്റിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. മേ ബി സെമാറ്റിക്സ്, അറ്റ്ലീസ്റ്റ് 1 സെമാറ്റിക്സ്, അറ്റ്മോസ്റ്റ് 1 സെമാറ്റിക്സ്. ഓക്കെ, മേ ബി സെമാറ്റിക്സിനകത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
RPC ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാത്ത കേസ്. അതായത് പ്രൊസീജിയർ ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യാം, എക്സിക്യൂട്ട് ചെയ്യേണ്ടാത്ത കേസ്. അപ്പം അങ്ങനെ വരുമ്പോൾ യൂസ് ചെയ്യുന്ന സെമാറ്റിക്കാണ് മേ ബി സെമാറ്റിക്. റിവോർട്ട് പ്രൊസീജിയർ ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യേ വേണ്ട. അപ്പോൾ ഇതും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്പോൺസ് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കേസുകളിലാണ് മേ ബി സെമാറ്റിക് യൂസ് ചെയ്യുന്നത്, റെസ്പോൺസ് ഇമ്പോർട്ടൻസ് അല്ലാത്ത കേസിൽ. ഓക്കെ, അപ്പോൾ ഇത് കാരണം ഇതിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് ഒമിഷൻ ഫെയിലിയർ ഉണ്ടാവാം, അതുപോലെ തന്നെ ക്രാഷ് ഫെയിലിയറും ഉണ്ടാവാം. ഓക്കെ, ഇനി അറ്റ്ലീസ്റ്റ് വൺ സെമാറ്റിക്സ് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിമോട്ട് പ്രൊസീജിയർ കോൾ അറ്റ്ലീസ്റ്റ് വൺ ടൈം എങ്കിലും എക്സിക്യൂട്ട് ചെയ്യുന്ന രീതി, എക്സിക്യൂട്ട് ചെയ്ത് അതിൻ്റെ റിസൾട്ട് തിരിച്ച് നമ്മുടെ ഇൻവോക്കറിന് കിട്ടുക, അല്ലെങ്കിൽ ഒരു ഫെയിലിയർ മെസ്സേജെങ്കിലും കിട്ടുന്ന രീതി. അങ്ങനെയുള്ള സിസ്റ്റത്തിലാണ് നമ്മൾ അറ്റ്ലീസ്റ്റ് വൺസ് യൂസ് ചെയ്യുന്നത്. സോ അറ്റ്ലീസ്റ്റ് വൺ ടൈം എങ്കിലും ആ പ്രൊസീജിയർ എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് either it will receive a result or an error message. ഓക്കെ, അപ്പോൾ ആ ഒരു കണ്ടീഷനിലാണ് അറ്റ്ലീസ്റ്റ് വൺ സെമാറ്റിക്സ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് ആർബിട്രറി ഫെയിലിയർ ഉണ്ടാവാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സെമാറ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്മോസ്റ്റ് വൺ സെമാറ്റിക്സ് ആണ്. അറ്റ്മോസ്റ്റ് വൺ സെമാറ്റിക്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഇൻവോക്കർ, അതായത് നമ്മൾ കോളർ ക്ലൈൻ്റാണ് ആരാന്ന് വെച്ചാൽ നമ്മുടെ ഇൻവോക്കറിന് റിസൾട്ട് ഒരു തവണയെങ്കിലും നമ്മുടെ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം പ്രൊസീജിയർ എക്സിക്യൂട്ട് ചെയ്തിട്ട് റിസൾട്ട് കിട്ടുക, അല്ലെങ്കിൽ ഒരു എറർ മെസ്സേജ് കിട്ടുന്ന രീതി. ഇറ്റ് ഈസ് സംവാട്ട് സിമിലർ ടു അറ്റ്ലീസ്റ്റ് വൺസ് സെമാറ്റിക്സ്. പക്ഷേ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് വൺസിനകത്ത് എത്ര തവണ വേണമെങ്കിലും എക്സിക്യൂട്ട് ചെയ്യാം, പക്ഷേ അറ്റ്മോസ്റ്റ് വൺസിൽ ഒരു തവണ മാത്രമേ എക്സിക്യൂട്ട് ചെയ്യാവുള്ളൂ. എക്സാക്ട്ലി വൺ ടൈം മാത്രമേ പ്രൊസീജിയർ എക്സിക്യൂട്ട് ചെയ്യാവുള്ളൂ. അപ്പോൾ ആ ടൈമിൽ ഒന്നെങ്കിൽ റിസൾട്ട് തിരിച്ചു കിട്ടുന്ന രീതി, അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ എറർ മെസ്സേജ് തിരിച്ചിടുന്ന രീതി. ഓക്കെ, അപ്പം ഇതിനകത്തെല്ലാം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഫോൾട്ട് ടോളറൻസ് മെക്കാനിസംസ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് മൂന്നാമത്തെ ഡിസൈൻ ഇഷ്യൂ എന്ന് പറയുന്നത് ട്രാൻസ്പെറൻസിയാണ്. സോ ട്രാൻസ്പെറൻസി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ മെസ്സേജ് പാസിങ്ങിനകത്ത് ട്രാൻസ്പെറൻസി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർഷലിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാ കോൾസും മാർഷൽ ചെയ്യുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാമറിനെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സിമിലർലി RPC ലൊക്കേഷൻ ട്രാൻസ്പെറൻസിയും ആക്സസ് ട്രാൻസ്പെറൻസിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടുതൽ ട്രാൻസ്പെറൻസി കിട്ടാൻ വേണ്ടിയിട്ട് മിഡിൽ വെയർ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ RPC.